ഓക്കെ ഓക്കെ ഞാൻ ഈ വീഡിയോയുടെ പർപ്പസ് ആദ്യം തന്നെ പറയാം. അപ്പം യു ക്യാൻ ജസ്റ്റ് ഡിസൈഡ് നിങ്ങൾക്ക് വീഡിയോ കാണണോ വേണ്ട എന്നെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനിക്കാം. ലാസ്റ്റ് ടൈമിൽ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത്, എസ്പെഷ്യലി ലൈവ് ട്രേഡേഴ്സിൻ്റെ സമയത്തും പിന്നെ അല്ലാതെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്തും കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, അതേപോലെ കുറേ കമൻസ് വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, Q&A സെഷൻ ഒന്നും പറയണ്ട, എന്നാലും നിങ്ങൾ ചോദിക്കുന്ന അല്ലെ ഞാൻ റെസ്പോണ്ട് ചെയ്യുകയാണ്, വീഡിയോയിൽ റെസ്പോണ്ട് ചെയ്യുകയാണ് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്നൊക്കെ വേണേൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയട്ടെ, ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസിനെ പറ്റി എന്നോട് ആൾക്കാർ മെയിനായിട്ട് ചോദിച്ചതെന്ന് പറയുന്നത്, ബ്രോ ട്രേഡിംഗ് വ്യൂവിലാണ് ട്രേഡ് എടുക്കുന്നല്ലോ, ഫോറക്സിലാണല്ലോ ട്രേഡ് ചെയ്യുന്നത്, ഏത് ഫണ്ട് ഓഫ് ഫിമാണ് എന്താണ് ട്രേഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ ട്രേഡ് എടുക്കുന്നത്, എൻ്റെ ട്രേഡ് മോസ്റ്റ്ലി അല്ല, എല്ലാ ട്രേഡും പോകുന്നതെന്ന് പറയുന്നത് സി ട്രേഡറിലേക്കാണ്. സോ എനിക്ക് എക്സ്റ്റേണൽ ഡിവൈസ് ഉണ്ട്, അതിലാണ് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഞാൻ ലൈവ് ട്രേഡ് എടുക്കുന്ന അവരുടെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അത് എൻഡ് ഓഫ് ദി മന്ത് എല്ലാം കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ചില സമയത്ത് ഞാൻ ലൈവ് ട്രേഡ് എടുക്കുമ്പോൾ അതും റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ട്രേഡിംഗ് വ്യൂ ആണത്. പിന്നെ അടുത്ത മെയിനായിട്ട് വരുന്ന കുറച്ച് മെയിൻ ക്വസ്റ്റ്യൻസാണ്. മെയിനായിട്ട് വരുന്ന കുറേ സംഭവങ്ങളാണ്. ICT ഓർ SMC. ഞാനിത് പറഞ്ഞ് മടുത്ത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച് മടുത്ത്. ലിറ്ററലി നിങ്ങൾ ഈ SMC എന്ന് വിളിക്കുന്നതിനെ ഈ സപ്ലൈസ് ഓൺ ഡിമാൻഡ്സ് കൊണ്ട് ആയിരിക്കും നിങ്ങൾ ഈ SMC അല്ലെങ്കിൽ നോർമൽ കോഴ്സ് സെല് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ എടുത്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തേക്കുവാണ് SMC ICT എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഐ ബിലീവ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണോ ICT പറഞ്ഞതാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്. അല്ലാതെ ഈ സപ്ലൈസ് ഓൺ ഡിമാൻഡ്സ് എന്ന് പറയുന്ന ആ ഷിറ്റ് മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മൈക്കിൾ ആൾ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ ICT ഫോളോവർ ആണെങ്കിൽ ആൾ പറയുന്നതാണല്ലോ നമുക്ക് ജെനുവിനായിട്ട് എടുക്കാൻ പറ്റുക. സോ ICTയുടെ 2022 മെൻറ്റർഷിപ്പിനകത്ത് 36ാമത്തെ എപ്പിസോഡിനകത്ത് ഇവിടെ ആൾ പറയുന്നുണ്ട്. ഈ നിങ്ങൾക്ക് ഇനി അതും ഡൗട്ടാണെങ്കിൽ എൻ്റെ ഹൈലൈറ്റ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതും ICT അതിനകത്തും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതവിടെ ക്ലിയർ ചെയ്തു. നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈക്കിൾ അഡിൽസൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ICT ദ ഇന്നർ സർക്കിൾ ട്രേഡർ, അല്ലെ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അടുത്തത്, ബ്രോ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാറുണ്ടോ? ഇല്ല, ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാറില്ല. ഇന്ത്യൻ മാർക്കറ്റിന് ട്രേഡ് ചെയ്യാറില്ല. എൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. ഞാൻ ഓൺലി ട്രേഡ് ചെയ്യുന്ന ഫോറക്സും ഫ്യൂച്ചേഴ്സും മാത്രമാണ്. ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഫോറക്സ് ആണ്. ഫ്യൂച്ചേഴ്സിലേക്ക് ഞാൻ പതിയെ സ്റ്റെപ്പ് എടുത്ത് വെക്കുവാണ്. മേ ബിഗിനർ ഇൻ ഫ്യൂച്ചേഴ്സ്. എല്ലാം സെയിം തന്നെ, ബട്ട് സ്റ്റിൽ അതിലെ കുറച്ച് ഫോറക്സ് അതിൻ്റെ ഫണ്ട് അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ ചില കൺസിസ്റ്റൻസി റൂൾസും അതേപോലെ പ്രോഫിറ്റ് മെയിൻ്റെനൻസ് റൂളും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് സെറ്റായി വരുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് ബെസ്റ്റ് ടൈം ഫ്രെയിം, അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഹൗ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയർ ആയിട്ട് ഫുൾ ടൈം ട്രേഡിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2.5 ഇയർ ആയി ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം എൻ്റെ തലയിൽ കയറിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ. പിന്നെന്താണ് വിച്ച് ബ്രോക്കർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എനി ആൻസർ ഫോർ ദാറ്റ്. ബിക്കോസ് ഞാനിവിടെ ഒരു ബ്രോക്കറും വെച്ചല്ല ട്രേഡ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രോക്കറിന് ഞാനത് പറയുന്നത്, എക്സ്റ്റേണലായിട്ട് നിന്ന് വേണമെങ്കിൽ ബ്രോക്കർ ഏതാണെന്ന് ചോദിക്കാം, ബട്ട് സ്റ്റിൽ ഞാനൊരു ബ്രോക്കറിനെ പറ്റി പറയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് ടൈം ഞാൻ TFT പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് TFT പോയി. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനായിട്ട് എൻ്റെ റിസ്കിൽ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതൊരു അടിപൊളി ഫണ്ടഡ് അക്കൗണ്ടാണ്, യു ക്യാൻ ഗോ ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് അതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയുള്ള എൻ്റെ ആൾക്കാരുടെ അടുത്ത് ഞാനത് പറയും. ബിക്കോസ് എൻ്റെ റിസ്കിൽ എൻ്റെ റിസ്കിൽ ഞാനത് പറയും. അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ അതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത്. വെച്ച് നോക്കുമ്പോൾ ഏതാണ് പ്രോഫിറ്റബിൾ? ICT വെച്ച് നോക്കുമ്പോൾ SMC വെച്ച് നോക്കുമ്പോൾ ICT ആണ് SMC ആണ് മോർ പ്രോഫിറ്റബിൾ. ഇതിലൊന്നും എനിക്ക് പറയില്ല. ബിക്കോസ്
പിന്നെ ഇതൊരു അടിപൊളി ക്വസ്റ്റ്യനാണ് ബ്രോ. എങ്ങനെയാണ് ജേണൽ ചെയ്യുന്നത് എങ്ങനെ ഷെയർ ചെയ്യാമോ? ജേണൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡ്രൈവിലൊക്കെ, ഗൂഗിൾ ഡ്രൈവിൽ, ഗൂഗിൾ ഷീറ്റിലൊക്കെ നിങ്ങൾക്ക് ജേണൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നോഷനകത്തും ജേണൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് നോഷൻ്റെ വെബ്സൈറ്റാണ്, ഇത് ആപ്ലിക്കേഷനാണ്, വെബ്സൈറ്റാണ് കുറച്ചുകൂടെ ക്ലീനൊക്കെ നിങ്ങൾ സിസ്റ്റം വഴി ചെയ്യുകയാണെങ്കിൽ. ഇതാണ് എൻ്റെ ജേണൽ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു പാർട്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, ഐ മീൻ ഇതിനകത്തെല്ലാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ റീസൺ, ട്രേഡിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ജസ്റ്റ് നിങ്ങൾ ട്രേഡ് ജേണൽ ചെയ്യുക, അത് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈവ് ട്രേഡിങ് വിത്ത് യു ഹൗ. ഇപ്പം അസോഫിനോ ഞാൻ അങ്ങനത്തെ സംഭവമൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ ആൾക്കാരോടാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ എക്സ്റ്റേണലായിട്ട് ഞാൻ ആരെയും എടുക്കുന്നൊന്നുമില്ല. ഐ മീൻ ലൈവ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടൊന്നും. ഓക്കെ, പിന്നെ കുറേ മെൻറ്റർഷിപ്പിൻ്റെ കാര്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെപ്പറ്റി. അപ്പം ഞാൻ അതുകൂടെ പറയാം. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത്, എപ്പോഴാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ബ്രോ യുവർ എന്താണ് എന്താ ടോപ്പിക്ക്, പിന്നെന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതായത് ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. അതായത് നിങ്ങളൊരു ഹോളി ഗ്രേയിൽ തപ്പി അങ്ങോട്ട് വരുവാണെങ്കിൽ വരണ്ട. അതേപോലെ തന്നെ നിങ്ങൾ കൺവെൻഷനലായിട്ട് 2-3 മാസത്തെ 4 മാസത്തെ കോഴ്സ് കൺസിഡർ ചെയ്ത് വരുവാണെങ്കിൽ അങ്ങോട്ട് വരണ്ട. ഈ 2 കാര്യങ്ങൾ ഞാൻ മെയിൻലി പറയുന്നുള്ളൂ. ഈ 2 മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് അങ്ങോട്ട് വരണ്ട. ഓക്കെ, പ്ലീസ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്കൊരു പാഷൻ, അല്ലെങ്കിൽ ഈ ട്രേഡ്, ഈ ഒരു ചാർട്ട് കാണുമ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ, അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണെന്നുള്ള മൈൻഡ് സെറ്റിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ, ഐ മീൻ അത് ഞാൻ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ ഹൗ ടു പാസ് ഫണ്ടഡ് അക്കൗണ്ട് വെരി ക്വിക്ക്ലി, ഐ ഡോണ്ട് നോ ബ്രദർ, സോറി ഫോർ ദാറ്റ്. ബിക്കോസ് എനിക്കറിയത്തില്ല എങ്ങനെ ഒരു അക്കൗണ്ട് പെട്ടെന്ന് പാസ്സാവുക എന്നുള്ളത്. ഫോളോ യുവർ റൂൾ. ഈ ഒരു ചോദ്യത്തിന് ബ്രോ ജസ്റ്റ് ഒന്ന് വാം അപ്പ് ചെയ്തിട്ടൊന്നുകൂടെ വാ. ഓക്കെ, ചോദ്യത്തിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട് ബ്രോ, ശരിയാകും. പിന്നെ ഹൗ മെനി ടോപ്പിക്സ് യു കവർ, അതൊക്കെ ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞോളൂ. ട്രേഡിങ്ങിൽ ഡിസിപ്ലിൻ ആവാനുള്ളത്, ട്രേഡിങ്ങിൽ ഡിസിപ്ലിൻ ആവാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്ലിൻഡ് ലൈഫ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ദർ ഈസ് നോ മാജിക് പിൽ ഓർ സംതിങ്, ഇറ്റ്സ് ഓൾ യു. നിങ്ങൾ ചിന്തിച്ചു, യു ആർ ദി പേഴ്സൺ ഹൂ ട്രേഡിങ്, യു ആർ ദി വൺ. സോ നിങ്ങൾ ഇമ്പ്രൂവ് ആവുക. പിന്നെ യുവർ വിൻ റേറ്റ്. ഓക്കെ, വിൻ റേറ്റിനെ പറ്റി പറയുന്നതിന് പകരം ഞാൻ ഇതിനെപ്പറ്റി പറയാം. അതായത് എൻ്റെ ട്രേഡിങ് റിസ്ക് റിവാർഡും ഞാൻ മന്ത്ലി എയിം ചെയ്യുന്നതും എൻ്റെ ലോസും കാര്യങ്ങളൊക്കെ. അത് മന്ത്ലി ഞാൻ എയിം ചെയ്യുന്നത് ലിറ്ററലി ഒരു 3-4% ഈസ് ഐഡിയൽ, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. പിന്നെ ചില മാസങ്ങളിൽ 5% വരെ പോകുന്നുണ്ട്. ചില മാസങ്ങളിൽ ലിറ്ററലി 1% ലോസ് ആയിരിക്കും. ഈവൻ 2% ഒക്കെ ഐഡിയലി മതി പ്രോഫിറ്റ്. ഐ മീൻ അത് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്യാപിറ്റൽ ഓൺ ഫണ്ടഡ് അക്കൗണ്ട്. ഓക്കെ, സോ അപ്പം അത് അങ്ങനെയാണ്. ചില മാസങ്ങളിൽ ലോസാണ്, ചില മാസങ്ങളിൽ പ്രോഫിറ്റ്. എല്ലാ മാസവും ഈ പറയുന്ന 3-4%, ചില മാസങ്ങളിലൊക്കെ 2%, ചില മാസങ്ങളിൽ 0.5% ആയിരിക്കും പ്രോഫിറ്റ്. ഇറ്റ്സ് ഓൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. ഇറ്റ്സ് എ ബിസിനസ് ബ്രോ. നോ, ഐ ഡോണ്ട് ട്രേഡ് ഓൺ ക്രിപ്റ്റോ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ബ്രോയ്ക്ക് എത്ര സെറ്റപ്പ് ഉണ്ട്? ഞാൻ ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ മൈക്രോലാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ബുള്ളറ്റാണ് എൻ്റെ മെയിൻ. അതിനകത്ത് ഞാൻ മൈക്രോലാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സെറ്റപ്പും അറിയാം. ലിറ്ററലി ICT പറഞ്ഞിട്ടുള്ള ലിറ്ററലി എല്ലാ സെറ്റപ്പും അറിയാം. ബിക്കോസ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ഫ്യൂച്ചറിൽ അല്ലെ എപ്പോഴേലും ഒരാൾ വന്ന് എന്നോടൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അവരുറപ്പിലാണല്ലോ അവരെൻ്റെ അടുത്ത് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോളജ് എപ്പോഴും ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ഒരൊറ്റ സെറ്റപ്പേ ഉള്ളൂ. യു ഡോണ്ട് നീഡ്, നിങ്ങൾക്ക് ഒരു 5, 6, 7, 8 സെറ്റപ്പ് വേണ്ട, 2 സെറ്റപ്പ് പോലും വേണ്ട, ഒറ്റ സെറ്റപ്പ് മതി. ഈസ് ഇറ്റ് സേഫ് ടു ബൈ ഫണ്ടഡ് അക്കൗണ്ട് യൂസിങ് ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്? ഗോ ആൻഡ് റിസർച്ച്. ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ എ പ്രോഫിറ്റബിൾ ട്രേഡർ? നിങ്ങൾ എത്ര നാളെടുക്കും പ്രോഫിറ്റബിൾ ആകാൻ?
നിങ്ങൾ എത്ര നാളെടുക്കും ഒരു ജിമ്മിൽ പോയി നല്ല ബോഡി ബിൽഡ് ചെയ്യാൻ? നിങ്ങൾ എത്ര നാളെടുക്കും ഒരു നല്ലൊരു പാട്ടുകാരനാവാൻ, പാട്ട് പഠിച്ച് പാട്ട്? നിങ്ങൾ എത്ര നാൾ ഒരു ഗിത്താറിസ്റ്റ് ആവാൻ? നിങ്ങൾ എത്ര നാളാവും ഒരു നല്ലൊരു ഡാൻസർ ആവാൻ? നിങ്ങൾ എത്ര നാളാവും നല്ലൊരു കുക്കാവാൻ, നല്ലൊരു ഷെഫാകാൻ? നിങ്ങൾ എത്ര നാളെടുക്കും നല്ലൊരു സിംഗർ ആവാൻ? സോ ഐ തിങ്ക് യു ഗോട്ട് ദ ആൻസർ. ഇറ്റ്സ് എ സ്കിൽ, ഇറ്റ്സ് യുവർ മൈൻഡ് സെറ്റ്. ഡിഫറെൻ്റ് ആണ് പേഴ്സൺ ടു പേഴ്സൺ. ഇതൊരു കോഴ്സ് പോലെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ല, ഇതൊരു സംഭവമല്ല. ഡോണ്ട് സെറ്റ് എ ലിമിറ്റ്. ഓക്കെ, ഇത്ര നാളിനുള്ളിൽ ഞാൻ പ്രോഫിറ്റബിൾ ആകും, അല്ലെ അടുത്ത മാസം, അല്ലെ അടുത്ത ഇയർ, അല്ലെ അടുത്ത 2 വർഷത്തിനുള്ളിൽ എനിക്ക് ആയേ പറ്റൂ, അല്ലെ ഞാൻ ചാവാൻ പോവാണ്. അങ്ങനെയല്ല. ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു വാശി, ഐ മീൻ ആ ഒരു ഇതുള്ളത് നല്ലതാണ്. നമുക്കൊരു എന്താണ് ഞാൻ പറയുന്നത്, മോട്ടിവേഷൻ കിട്ടും. അതും കാര്യമില്ല, ബട്ട് സ്റ്റിൽ അതൊരു നല്ലൊരു പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് ഐഡിയലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളായിരിക്കണം. അത്രയേ ഉള്ളൂ. പ്രോഫിം ചലഞ്ചിൽ ന്യൂസിൽ ട്രേഡ് ചെയ്യാൻ നിങ്ങളത് വായിച്ചു നോക്കുക, ക്രൈറ്റീരിയാസ് വായിച്ചു നോക്കുക. ചില ഫണ്ടഡ് അക്കൗണ്ട്സിലൊക്കെ ചലഞ്ച് ഫേസിൽ എന്താണ് അലൗഡാണ്. ഐ മീൻ എനിക്ക് തോന്നുന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആയാലും ഫണ്ടിങ് ടിപ്സ് 2 ആഴ്ചയ്ക്ക് മുന്നേ പുതിയ ഒരു റൂൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എൻ്റെ FAQ അതേപോലെ ഫാക്ട് ചെക്ക് ചെയ്യുക. ഓരോ കാര്യത്തിനും ചുമ്മാ എടുത്ത് ഇങ്ങോട്ട് തല കൊണ്ടിടാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇല്ലേ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓക്കെ, ചുമ്മാ കുറേ ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ട്രേഡ് ഇട്ട് ചുമ്മാ അലമ്പാക്കികളെ. ഞാനും പണ്ട് ഇതൊക്കെ കുറേ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പറയുന്നത്. ഇതിനെല്ലാം ഒരു ടൈമുണ്ട്. അതായത് ഹോപ്പോ അല്ലാതെ വിധിയോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. മനസ്സിലാക്കുക, പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, അല്ല ചുമ്മാ കുറേ അമ്മമാരിങ്ങനെ. ഓക്കെ, അടുത്ത ബ്രോ ഫണ്ടഡ് അക്കൗണ്ട് ഡെമോ വീഡിയോ അപ്ലോഡ് ചെയ്യാവുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ളത്. കുറേ പേർക്കൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസറും. അത്രയേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ മെയിനായിട്ട് പറയാൻ. ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് അറിയാനുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെയുണ്ട്, പിന്നെ ടെലിഗ്രാം ID താഴെയുണ്ട്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് എക്സ്റ്റേണൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഡൗൺ വീഡിയോയുടെ